ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ഓലൻ്റേതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ബെല്ലൈക്കൺ അമർത്തി ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അപ്പോൾ അതിനായിട്ട് 1/2 കിലോ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 50 ഗ്രാം വൻപയർ ഞാനിത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 3-4 മണിക്കൂർ നമ്മളത് വെള്ളത്തിലിട്ടതാണ്. ഇനി ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അര നാളികേരം വലുത് 2 പോർഷനാക്കി വെച്ചിട്ടുണ്ട്. ഒന്നിൽ കുറച്ചും ഒന്നിൽ കൂടുതൽ. ഈ കൂടുതലുള്ള പോർഷൻ നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാനുള്ളതാണ്. ബാക്കി അരച്ചും കൂടിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ കുമ്പളങ്ങ തോലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ഞാനിതാ കട്ട് ചെയ്യുകയാണ്. ഓലിനെ കട്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയാം. എന്നാലിതാ ഈ വലിപ്പത്തിലും കട്ടി കുറഞ്ഞിട്ടും വേണം ഓലിനെ കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാ പീസും ഞാൻ കട്ട് ചെയ്ത് ഒരു പാത്രത്തിൽ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വൻപയർ ഞാൻ ഒരു 3 വിസിലടിച്ച് ഇതാ വേവിച്ച് വെച്ചിട്ടുണ്ട്. കുക്കറിൽ 3 വിസിൽ. ഈ വേവാണ് പാകം. അപ്പോൾ നമ്മൾ കൂടുതലുള്ള പോർഷൻ്റെ തേങ്ങാപ്പാലും എടുത്തു വെച്ചു. ഇനി ഒരു സ്റ്റീൽ പാത്രം അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ചേർത്ത് കൊടുത്തു. 3 പച്ചമുളക് മാത്രം കീറിയിട്ട് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അല്പം ഉപ്പും ചേർത്ത് ആ തേങ്ങാപ്പാൽ ഒഴിച്ച് നമ്മളതിൻ്റെ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തു. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഞാൻ അതൊന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. വെള്ളമൊന്നും നമ്മൾ ചേർക്കുകയോ വേണ്ട. ഇനി മിക്സിയുടെ ജാറെടുത്ത് ബാക്കി തേങ്ങയുള്ളത് അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഒരല്പം മാത്രം ചെറിയ ജീരകം ചേർത്ത് അല്പം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ എന്തായാലും നിങ്ങൾ ഓലനൊന്ന് ചെയ്ത് നോക്കുക. തേങ്ങാപ്പാലിൽ മാത്രമായിട്ട് ഓലൻ ചെയ്യാറുണ്ട്, സദ്യക്കെല്ലാം. അപ്പോൾ അതാ ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുന്ന സമയത്ത് നമ്മൾക്ക് കുമ്പളങ്ങ അത്ര പെട്ടെന്ന് വെന്ത് കിട്ടില്ല. ഒരു 3 മിനിറ്റ് കൂടി ഒന്ന് ഫ്ലെയിം കുറച്ചിട്ട് ഞാനതൊന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ അരച്ച തേങ്ങ വേറൊരു ബൗളിലാക്കിയിട്ട് ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വേനൽക്കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. 3 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കി. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുക കുമ്പളയുടെ കളറൊക്കെ ചേഞ്ച് ആക്കിയിട്ട് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് വേവിച്ച് വെച്ച വൻപയർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾക്ക് അരച്ച തേങ്ങ കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരച്ച തേങ്ങ ഒഴിച്ച് അതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളം ആ തേങ്ങാപ്പാലും എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. അപ്പോൾ സദ്യക്കൊക്കെയാണ് നമ്മളിത് സാധാരണ ഓലം വയ്ക്കാറ്. ഈ വേനൽക്കാലത്ത് പ്രത്യേകിച്ചും കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഉപ്പ് ഞാൻ നോക്കിയിട്ട് പോരാകിണ്ടായിരുന്നു, അല്പം കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ ആ ബാക്കി വന്ന 2 പച്ചമുളക് കീറിയിട്ട് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 1 മിനിറ്റും കൂടി അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സമയത്ത് നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അവസാനമായിട്ട് ഒരു 1.5 സ്പൂണ് പച്ച വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ചേർത്ത ഉടനെ തന്നെ നമ്മളതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കണം. ഫ്ലെയിം ഇതാ ഓഫാക്കി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തു. എന്നിട്ട് നമ്മൾക്ക് ഒന്ന് അടച്ച് വെച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ട് അത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേ പാകത്തിന് എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ തേങ്ങാപ്പാലിൽ മാത്രമായിട്ടും വെക്കാൻ പറ്റും, ഇതേപോലെയും വെക്കാൻ പറ്റും. ഇപ്പോൾ ഞാനത് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓലൻ അടിപൊളിയായിട്ട് ഇവിടെ വന്നല്ലോ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.